ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഗാർഡനിൽ കുറച്ച് ചീരത്തൈയെല്ലാം വളർന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ തന്നെ ഞാൻ കണ്ടോ കുറച്ചും കൂടെ കുഞ്ഞു കുഞ്ഞു തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗിലും ചാക്കിലെല്ലാം ആയിട്ട്. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നട്ടു കൊടുത്താൽ നമുക്ക് എന്നും നമ്മളെ ഗാർഡനിൽ നിന്ന് നമ്മളെ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം കിട്ടും. അപ്പോൾ ചീരയെല്ലാം നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഇത് ഇന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചിട്ട് കുറച്ച് നേർപ്പിച്ചിട്ടാണ് ഞാൻ ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ എല്ലാ പച്ചക്കറിക്കും അതെ, ചെടികൾക്കും അതെ, അതുതന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കൽ. വേറൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം ഇട്ട് കൊടുത്താൽ തന്നെ നല്ല പോലെ വലുതാവും. ഇപ്പോൾ കട്ട് ചെയ്തു, നല്ലൊരു പിടി ചീര കിട്ടിയിട്ടുണ്ട് കണ്ട. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് കഴുകിയിട്ടെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ചീരയെല്ലാം നല്ലപോലെ കഴുകി റെഡിയാക്കി ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ മോൾ ഇന്നലെ വന്നിട്ടുണ്ട്. മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാണ്ട് വെച്ചിന്. അവൾക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ്. ചീര ഇലക്കറികളെല്ലാം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നും ഗാർഡനിൽ നട്ടു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്ന ഇലക്കറികളും പച്ചക്കറികളും എല്ലാം കിട്ടും. അപ്പം എല്ലാവരും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നട്ടു കൊടുക്കണം. നിങ്ങൾ എന്നിട്ട് നോക്ക്, നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യത്തിനുള്ള എല്ലാം കിട്ടും. നമ്മളെ ഗാർഡൻ തന്നെ കിട്ടുന്ന പച്ചക്കറി വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റും പിന്നെ മനസ്സിൻ്റെ സന്തോഷവും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രക്കും സന്തോഷമാണ്. അപ്പോൾ ചീരയെല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിലിട്ട് കൊടുക്കാം. അതിന് ഞാനിവിടെ കുറച്ച് കടുക് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളി മുറിച്ചിട്ട് ഫ്രൈ ആക്കാനിട്ടു. ഇനി ഉള്ളി ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ചീരയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിടി ചീര ആണെങ്കിലും അരിഞ്ഞു കഴിയുമ്പോഴേക്കും നല്ലോണം ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഒരു നേരത്തേക്ക് ധാരാളം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുക്കാം. വെള്ളം പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇലക്കറികൾക്കൊന്നും വെള്ളം അതിൽ തനിയെ വരും. ചീരയിൽ പ്രത്യേകിച്ച് കൂടുതൽ വരും. പിന്നെ മത്തൻ്റെ ഇല ആകുമ്പോൾ കുറച്ചൊന്ന് തളിച്ചു കൊടുക്കണം. ചീരയിൽ തീരെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അങ്ങനെ ഉപ്പും മഞ്ഞളും ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പും മഞ്ഞളെല്ലാം എല്ലാ സ്ഥലത്തും എത്തണമല്ലോ, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ചീരയെല്ലാം പെട്ടെന്ന് വേവുമല്ലോ, അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ചീരയെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. നല്ല അടിപൊളി ചീര ഉപ്പേരി ആയിട്ടുണ്ട് കണ്ടോ. നമ്മളെ ഗാർഡനിലെ ചീര ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കേ.